നിങ്ങൾ മാങ്ങ ഇങ്ങനെ കറി വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ വൻ നഷ്ടമാണ് കേട്ടോ. അതിന് വേണ്ടി നമ്മൾ മാങ്ങയും ചക്കക്കുരുവും കൂടെ ഒരുമിച്ച് കറി വെക്കണം. അത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ചക്കക്കുരു ഒരു പാത്രത്തിൽ ഒരു കുക്കറിലെടുക്കുക. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇടണം, കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാം. നമ്മളിത് എല്ലാം കൂടിയിട്ട് എന്തിനാണ് അടച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ, ഇതെല്ലാം കൂടിയിട്ട് അടച്ച് വെക്കുമ്പം നമ്മൾ വെന്ത് കിട്ടുന്നതിനകത്ത് ഇത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കുക്കറിൽ വെക്കുക. കുക്കറിലൊരു 2-3 വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 3 വിസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒന്ന് തുറന്ന് നോക്കുക. ഇതിൻ്റെ ഒരു പരുവ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാടങ്ങ് വെന്ത് പോവുകയും ചെയ്യരുത്, എന്ന് വെച്ചാൽ വെന്ത് തീരെ കഷ്ണം ഇല്ലാണ്ടാവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കറുമുറയായിട്ട് കിടക്കാനും പാടില്ല. ഉടച്ച് എടുക്കാൻ പറ്റുന്നൊരു പരുവത്തിന് കിട്ടണം. ഇതാണ് ആ പരുവം. ഈ പരുവത്തിലായി കഴിയുമ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് നമ്മൾ ചക്കക്കുരുവിലോട്ട് ഇടണം. എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം, നിങ്ങളുടെ കറിക്ക് എത്ര വെള്ളമാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ അളവിലൊരു വെള്ളം കൊടുക്കണം. ഇപ്പം നമുക്ക് കുറച്ച് ലൂസ് കറിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നന്നായിട്ട് വെള്ളം ചേർത്തോളൂ. അതല്ല കുറച്ച് തിക്കായിട്ട് കറി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ. ഇത് നമ്മൾ കുറച്ച് നേരം വേവിച്ചു. നമ്മുടെ മാങ്ങ ഏകദേശം ഈ പരുവത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങ അരച്ച് വെച്ചതും കൂടെ ചേർത്തു. കറിക്കൊരു ഇത്തിരി സ്വാദ് വരാൻ വേണ്ടി ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തു. ഒരു നല്ലൊരു സ്വാദ് കൂടുന്നൊരിതാണ് കേട്ടോ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയുടെ ആ പാർട്ട് റെഡിയായി. ഇനി നമ്മളൊരു പാനെടുക്കുക. ഒരു പാനിലോട്ട് എണ്ണ ഒഴിക്കുക. കുറച്ച് കടുകിട്ട് കൊടുക്കാം നമുക്കതിലോട്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുവും ഒന്ന് മൂക്കട്ടെ. മൂക്കുമ്പോഴത്തേക്കിനും നമ്മൾക്കൊരിത്തിരി ഒരു വറ്റൽമുളക്, 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ എരി അനുസരിച്ച് കേട്ടോ. എനിക്ക് ഒരുപാട് എരി വേണ്ടാത്തത് ഞാൻ ഒരു വറ്റൽമുളക് ചേർത്തിട്ടുള്ളൂ. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്കൊരു ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയാണല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ എല്ലാ കറിയുടെയും ഏറ്റവും ടേസ്റ്റ് വരുന്ന സാധനം കറിവേപ്പിലയാണല്ലോ. പിന്നെ ചെറുള്ളി ചേർക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഈ താളിച്ചത് ഒന്ന് നന്നായിട്ട് മൂക്കുക. എന്നിട്ട് ഈ താളിച്ചത് നമ്മുടെ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കറി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. റെഡി, നമ്മുടെ മാങ്ങ ചക്കക്കുരു കറി റെഡി. അടിപൊളി കറിയാണ് ഇത്. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ.